ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ക്ലാസ് ആണ്. നമ്മൾ ഊപ്സിലേക്ക് കിടക്കുകയാണ്. ക്ലാസ് നമുക്ക് പറഞ്ഞു തുടങ്ങാൻ ഏറ്റവും ഈസി എന്താ വെച്ചാൽ, ഇപ്പോൾ സ്ട്രിങ്, ഇൻറ്റ് അതേപോലെയുള്ള ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്ത് ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള അത് ഓൾറെഡി ജാവയിൽ ആൾക്കാർ ഡിഫൈൻ ചെയ്ത ഡാറ്റ ടൈപ്സാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും യൂസ് കേസിന് അതേപോലെ ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, അതാണ് ക്ലാസ്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡാറ്റ ടൈപ്പ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അതിൻ്റെ ലെങ്ത്ത് 10ഉം ബ്രെഡ്ത്ത് 4ഉമാണ്. അപ്പം ഈ വാല്യൂസ് എനിക്ക് സ്റ്റോർ ചെയ്യണം. അത് ഇൻറ്റ് ലെങ്ത്ത് 10 ബ്രെഡ്ത്ത് 4 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുക. പക്ഷെ അതല്ലല്ലോ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് മെത്തേഡ്സും ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു റെക്റ്റാങ്കിളാണെന്ന് അസ്യൂം ചെയ്യാം. റിയൽ ലൈഫിൽ അത്ര വരില്ല, പക്ഷേ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്. ഒരു പബ്ലിക് ക്ലാസ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ട് അതിന് രണ്ട് വേരിയബിൾസ് ആണുള്ളത്. ഒന്ന് ലെങ്ത്ത് സ്റ്റോർ ചെയ്യാൻ ഒരു ഇൻറ്റീജർ വേരിയബിളും ബ്രെഡ്ത്ത് സ്റ്റോർ ചെയ്യാൻ വേറൊരു ഇൻറ്റീജർ വേരിയബിളും. ഗെറ്റേഴ്സ്, സെറ്റേഴ്സ്, കൺസ്ട്രക്ടേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കോഡ് ചെയ്തും കൊണ്ട് പഠിക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. സോ ഞാൻ അവിടെ ഒരു ന്യൂ എടുക്കുന്നു, ക്ലാസ് എടുക്കുന്നു. ഈ സിനാരിയോ ഞാൻ അതിനൊരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നൊരു ക്ലാസ് നെയിം കൊടുക്കുന്നു. ഇൻറ്റ് ലെങ്ത്ത്. നമ്മൾ ഈ പബ്ലിക് യൂസ് ചെയ്തല്ലോ, അതേമാതിരി ഇതിനെ ഒന്ന് പ്രൈവറ്റ് ആക്കി ഇനീഷ്യലൈസ് ചെയ്യേ. ആക്സസ് സ്പെസിഫയർ ആണ്, എന്താണെന്ന് പറയാം. ഇനി ഇൻ്റലിജയിൽ റൈറ്റ് ക്ലിക്ക് അമർത്തിയാൽ ഇവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണാം. അവിടെ ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ് ഉണ്ട്. ഇത് രണ്ടും സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഗെറ്റേഴ്സും സെറ്റേഴ്സും ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ, നേരത്തെ ഫംഗ്ഷൻ നോക്കിയാൽ മതി. ഗെറ്റ് ലെൻ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ങിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. സെറ്റ് ചെയ്യണമെങ്കിൽ ആർഗ്യുമെൻറ്റിലേക്ക് ഈ ലെന്ന് വരും, എന്നിട്ട് ഈ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ വേരിയബിൾസ് എങ്ങനെയാണ് അതിൽ ആഡ് ചെയ്യാമെന്നും പിന്നെ അതിൻ്റെ ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ് എങ്ങനെയാണെന്നും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നമുക്ക് നമ്മുടെ നേരത്തെ ഒരു മെയിൻ ക്ലാസ്സിൽ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ, ആ ക്ലാസ് നെയിം, എന്നിട്ട് ആ ഒരു ഒബ്ജക്റ്റിനൊരു പേര് കൊടുക്കുക. ഈക്വൽ ടു ന്യൂ റെക്റ്റാങ്കിൾ ഓഫ്. ഇതൊരു എംപ്റ്റി കൺസ്ട്രക്ടറാണ്. എല്ലാ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പബ്ലിക് എംപ്റ്റി കൺസ്ട്രക്ടർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്തത്. ഇനി നമുക്ക് റെക്റ്റാങ്കിൾ ഡോട്ട് സെറ്റ് ബ്രെഡ്ത്ത് ഞാനൊരു 4 കൊടുത്തു. റെക്റ്റാങ്കിൾ ഡോട്ട് സെറ്റ് ലെങ്ത്ത് ഞാനൊരു 10 കൊടുത്തു. ഇനി എനിക്ക് ആ വാല്യൂ എടുക്കണമെങ്കിൽ, നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് റെക്റ്റാങ്കിൾ ഡോട്ട് ഗെറ്റ് ബ്രെഡ്ത്ത്. അപ്പോൾ ബ്രെഡ്ത്ത് മാത്രം എടുക്കാം, ബ്രെഡ്ത്ത് മാത്രം എടുക്കാം. ഒന്ന് ഓടിച്ച് നോക്കാം വരുന്നുണ്ടോ പറയാൻ വേണ്ടിയിട്ട്. ബ്രെഡ്ത്ത് 4 വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഫോർമാറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്, ക്ലാസ് നെയിം, ആ ഒബ്ജക്റ്റിൻ്റെ പേര് ഈക്വൽ ടു ന്യൂ. ന്യൂ എന്ന് പറഞ്ഞാൽ മെമ്മറിയിലൊരു പുതിയൊരു അലോക്കേഷൻ. മറ്റേ അറേ പറഞ്ഞ സമയത്ത് മെമ്മറിയിൽ ഇത്ര ബ്ലോക്ക് അറേക്ക് അലോക്കേറ്റ് ആവുമെന്ന് പറഞ്ഞത് മാതിരി ഈ ഒബ്ജക്റ്റിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ എന്ന് പറയുന്ന കീ. ഇത് ക്ലാസ് നെയിമും അതിൻ്റെ ഒരു കൺസ്ട്രക്ടറും. വേരിയബിൾസ് എന്താ യൂസ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇവിടെ പ്രൈവറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്നിട്ട് പബ്ലിക് ഗെറ്റേഴ്സും സെറ്റേഴ്സുമാണ് നമ്മൾ യൂസ് ചെയ്തത്. ഈ ഒരു ടൈപ്പ് ഓഫ് ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ പറയുക എൻക്യാപ്സുലേഷൻ. അതായത് ഈ ലെങ്ത്തും ബ്രെഡ്ത്തും എനിക്ക് ഡയറക്റ്റ് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബ്രെഡ്ത്ത് കിട്ടില്ല, കാരണം അതിൻ്റെ ആക്സസ് സ്പെസിഫയർ പ്രൈവറ്റ് ആണ്. ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വേറൊരു മെത്തേഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഗെറ്റ് ലെന്നിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ആക്സസ്
മോഡിഫയർ എന്ന് പറയുന്ന ആ സംഭവം പ്രൈവറ്റ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ പ്രൈവറ്റിന് പകരം ഇവിടെ പബ്ലിക് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഇൻഡ് ഏരിയ എന്നുണ്ട്, അത് നമുക്ക് ഈ ക്ലാസ്സിന് യൂസ് ചെയ്യുക. അതേമാതിരി തന്നെ വേറൊരു ക്ലാസ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഏരിയ കണ്ടില്ലേ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ പ്രൈവറ്റ് വെച്ചിട്ടാണ് നമ്മൾ വേരിയബിൾസിനെ ആക്സസ് സ്പെസിഫയർ യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേ. ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പാടില്ല. ഒരു മെത്തേഡ് അല്ലെങ്കിൽ സെറ്റേഴ്സ് ഗെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഡീസൻറ്റ് വേ. അപ്പോൾ പബ്ലിക്കും പ്രൈവറ്റും കിട്ടിയെന്ന് വിചാരിക്കുന്നു. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ആക്സസ് സ്പെസിഫയർ ഉണ്ട്. അത് ഇൻഹെറിറ്റൻസിൻ്റെ ടോപ്പിക്ക് വരുമ്പോൾ നമ്മൾ ആ ആക്സസ് സ്പെസിഫയറിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ക്ലാസ്സിൻ്റെ ഒരു യൂസ് കേസ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ആ പോർഷൻസൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ കൺസ്ട്രക്ടർ ഉണ്ട്. ഓൾറെഡി പറഞ്ഞു ഒരു എം ടി കൺസ്ട്രക്ടർ ഉണ്ടാവും, വേറെ കൺസ്ട്രക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്ന്. നേരത്തെ നമ്മൾ ഗെറ്റേഴ്സും സെക്ടേഴ്സും ജനറേറ്റ് ചെയ്താൽ തന്നെ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ജനറേറ്റ് കൊടുക്കുക. അതിൽ കൺസ്ട്രക്ടർ ഉണ്ട്. അതിൽ നമുക്ക് വേണ്ട കീസ്, ഇപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും വെച്ചിട്ടാണ് എനിക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ്, അല്ലെങ്കിൽ ലെങ്ത്ത് മാത്രം വെച്ചിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ലെങ്ത്ത് ഓക്കെ കൊടുക്കുക. ബ്രെഡ്ത്തും വേണമെങ്കിൽ ബ്രെഡ്ത്തും കൂടെ കൊടുക്കുക. അപ്പോൾ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ആവും. ഇങ്ങനെ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തതിന് ഒരു എം ടി കൺസ്ട്രക്ടറും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതെന്തിനാന്ന് പറയാം. ഈ എം ടി കൺസ്ട്രക്ടറാണ് നമ്മൾ ഈ കേസിൽ യൂസ് ചെയ്യുന്നത്. നേരത്തെ അതിൻ്റെ ആവശ്യമില്ലാത്തത് ഇവിടെ റെഡ് കാണിക്കുന്നത് നോക്കണ്ട, അത് പോയിട്ടുണ്ട്, എറർ പോയിട്ടുണ്ട്. നേരത്തെ അത് വേണ്ടാത്തത് ഡിഫാൾട്ടായിട്ടൊരു എം ടി കൺസ്ട്രക്ടർ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നേരത്തെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ വേറൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. കൺസ്ട്രക്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ സിൻടാക്സ് നോക്കുകയാണെങ്കിൽ പബ്ലിക്കാണ്. പിന്നെ ക്ലാസ്സിൻ്റെ എന്താണോ പേര് അത് തന്നെയായിരിക്കും കൺസ്ട്രക്ടറിൻ്റെ പേര്. ആർഗ്യുമെൻറ്റ്സ് ഫങ്ഷനിൽ കൊടുക്കുന്ന അതേപോലെ തന്നെ. എന്നിട്ട് നമ്മുടെ ഈ വാല്യൂസുമായിട്ട് ഇതിൽ കൊടുത്ത വേരിയബിൾസുമായിട്ട് നമ്മൾ അത് അസൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ടറിൻ്റെ ഒരു സ്ട്രക്ചർ, കോഡിംഗ് സ്ട്രക്ചർ വരുന്നത്. അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊരു എം ടി കൺസ്ട്രക്ടർ ഉണ്ട്. അത് നമ്മൾ പ്രീവിയസ്ലി ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാത്ത ഒബ്ജക്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു കൺസ്ട്രക്ടറാണ്. നേരത്തെ ക്രിയേറ്റ് ചെയ്യാത്തതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ഡിഫാൾട്ട് ക്ലാസ്സിൽ ഒരു എം ടി കൺസ്ട്രക്ടർ ഓൾവേസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ ഈ കൺസ്ട്രക്ടർ എങ്ങനെ വെച്ചിട്ട് നമുക്കൊരു പുതിയൊരു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് നോക്കാം. റെക്റ്റാങ്കിൾ ക്ലാസ് നെയിം rect2 എന്ന് ഞാൻ ഒബ്ജക്റ്റിന് പേര് കൊടുത്തു. ന്യൂ റെക്റ്റാങ്കിൾ ഓഫ്, കണ്ടില്ലേ സജഷൻ വരുന്നത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആർഗ്യുമെൻറ്റ്സ് ഇല്ലാതെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടും. ഇപ്പോൾ അതിൽ എനിക്ക് ഇന്നൊരു വാല്യൂ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 100 ലെങ്ത്താണ്, ബ്രെഡ്ത്ത് വരുന്നത് ഒരു 50 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും ഈ ക്ലാസ്സിൽ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ റെക്റ്റാങ്കിളിൽ വരിക. എന്നിട്ട് ഇതേപോലെ ഒരു പബ്ലിക് മെത്തേഡ് നമുക്ക് എഴുതാം. ഒരു പബ്ലിക് ഇൻഡ് ഗെറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് എഴുതുക. എന്നിട്ട് ഇൻഡ് ഏരിയ ഈക്വൽ ടു ദിസ് ഡോട്ട് ഏരിയ ദിസ് ഡോട്ട് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതാണല്ലോ ഏരിയൻ്റെ ഫോർമുല. എന്നിട്ട് നമുക്ക് ആ കിട്ടിയ വാല്യൂ റിട്ടേൺ ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി. ഈ ഡിസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ക്ലാസ്സിലെ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. റിയാക്ട് ടു റെക്റ്റാങ്കിൾ ടു ഡോട്ട് ഗെറ്റ് ഏരിയ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അത് വിളിച്ചു നോക്കാം. $5,000 എന്ന് വന്നിട്ടുണ്ട്.
എന്തായിരുന്നു വാല്യൂ? അതെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 5000 ആണ് വാല്യൂ വന്നത്. അപ്പോൾ ഒരു ന്യൂ മെത്തേഡ് എങ്ങനെ എഴുതേണ്ടതെന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദിസ് എന്ന് പറയുന്ന കീവേഡിൻ്റെ യൂസേജ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് മനസ്സിലാക്കാൻ വേറൊരു എക്സാമ്പിളും കൂടെ എഴുതാം. ഇപ്പോൾ ഒരു ഗെറ്റ് ഏരിയ 2 എന്ന് പറയുന്ന ഞാൻ വേറൊരു മെത്തേഡ് എഴുതിയെന്ന് വിചാരിക്കാം. സെയിം നെയിം ആയാലും കുഴപ്പമൊന്നുമില്ല. ഇൻറ്റ് ലെങ്ത് 500 എന്നാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഗെറ്റ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ലെങ്ത്ത് നമ്മൾ ഈ ലെങ്ത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബ്രെഡ്ത്ത് യൂസ് ചെയ്യുന്നത് ദിസ് ഡോട്ട് ബ്രെഡ്ത്താണ്. ദിസ് ഡോട്ട് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് പാസ് ചെയ്യുന്നതല്ല, ഓൾറെഡി അതിൻ്റെ മുകളിൽ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടെ അസൈൻ ചെയ്ത് 50 ആണ്. അതുകൊണ്ടാണ് നമുക്ക് 500, ഈ 10 × 50 ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കി എഴുതിയത് വേറെ ഒന്നിനുമല്ല, ഈ ദിസ്സും അല്ലാത്ത ഈ ആർഗ്യുമെൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഡോട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആർഗ്യുമെൻറ്റും സെയിം നെയിം ആണെങ്കിലുള്ള സിനാരിയോ ആണ്. ഈ ആർഗ്യുമെൻറ്റും അല്ല ദിസ് ഇല്ലാതെ വിളിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പാസ്സാവുന്ന വാല്യൂ, ഈ ഫംഗ്ഷനിൽ പാസ്സാവും, ഈ മെത്തേഡിൽ നിന്ന് പാസ്സാവുന്ന വാല്യൂയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഡിഫറെൻറ്റ് കൺസ്ട്രക്ടറും നമുക്ക് ഇതിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ 2 വാല്യൂസ് ഉള്ളതാണ് കൺസ്ട്രക്ടർ. അതേമാതിരി ഇപ്പോൾ ഒരു ജനറേറ്റ് കൺസ്ട്രക്ടർ കൊടുത്തിട്ട് ഒരു വാല്യൂ മാത്രം വേണ്ടതാണെങ്കിൽ ഒരു വാല്യൂ മാത്രമേ ഉള്ളത്. അപ്പോൾ ആ ഒരു വാല്യൂ മാത്രം പാസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ലാതെ വേണമെങ്കിൽ അങ്ങനെ, വാല്യൂ പാസ് ചെയ്തിട്ടാണെങ്കിൽ 2 വാല്യൂ ആണെങ്കിൽ അങ്ങനെ, ഒരു വാല്യൂ മാത്രമാണെങ്കിൽ അങ്ങനെ. സോ ഒബ്ജക്റ്റ് ക്രിയേഷന് നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ കൺസ്ട്രക്ടേഴ്സിൻ്റെ യൂസ് വരുന്നത്. സോ കൺസ്ട്രക്ടർ എന്താണ്, ആക്സസ് സ്പെസിഫയർ എന്താണ്, പിന്നെ ഇതിലെങ്ങനെ മെത്തേഡ്സ് ചെയ്താൽ ഒബ്ജക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള പോയിൻ്റൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ബാക്കിയുള്ള ക്ലാസ്സസ് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ കുറച്ച് എക്സാമ്പിൾസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. So thank you.